തുടങ്ങാൻ പോവുകയാണ്. കുറെ ആളുകളുണ്ട്. അപ്പൊ നമ്മളെ ഈ പരിപാടിക്ക് വന്ന എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറയാണ്. കഷ്ടപ്പെട്ട് എത്തിച്ചേർന്ന ലക്ഷദ്വീപിന് വരുന്നുണ്ടായിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു പിന്നെ നമുക്കൊരു സ്വതന്ത്രമായിട്ടുള്ള സംരംഭമായിട്ട് വികസിച്ച് പിരിയുന്നില്ല അല്ലെ നിങ്ങൾ എപ്പോഴാണോ പിരിയുന്നത് അപ്പൊ തന്നെ നോമ്പ് കാലത്തിന്റെ ഏത് കാര്യമെന്ന് വെച്ചാൽ നമ്മൾ അറിയാതെ നമുക്ക് നമ്മുടെ ആത്മീയ യാത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ള അർത്ഥത്തിലാണ്. ഇസ്ലാം ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ട മതമാണ്. അതിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി ഏറ്റവും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു പ്രവാചകൻ. ക്രിസ്തുവിനെയും കൃഷ്ണനെയും പോലെ തന്നെ സ്വന്തം ഗുണവും മതവിഭാഗത്തിനും തന്നെയാണ് പ്രവാചകനും ഏറ്റവും അവമതിപ്പുണ്ടാക്കിയത്. അതിനാൽ തന്നെയാണ് സൂഫികൾ മതവിപ്ലവങ്ങളോടും ഭരണങ്ങളുടെ ഇസ്ലാമിനോടും പൗരോഹിത്യ വിഭാഗങ്ങളോടും ഏറ്റവും അറപ്പോടെയും അവമതിപ്പോടെയും വിട്ടുനിൽക്കുകയും അകലം പാലിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഉള്ളിലുള്ള കാര്യമാണ്. പിന്നെ പാശ്ചാത്യ ഓറിയന്റലിസ്റ്റുകൾ ഇസ്ലാമിനും പ്രവാചകനും എതിരായി നടത്തിയ നൂറ്റാണ്ടുകളോളമുള്ള പ്രചാരണങ്ങളും അദ്ദേഹത്തിന് ശിശുഹീന വരെയാണ് എന്നുള്ള രൂപത്തിലുള്ള ചർച്ചകളും ഒക്കെ ഇന്നും ഈ അക്കാദമിക ലോകത്തടക്കം വിവിധ എതിർക്കുന്നതും ഈ ഇസ്ലാമിക വിരുദ്ധ തരംഗ ലോകം മുഴുവൻ ഉണ്ടാക്കുന്നതിനും വഹിച്ച പങ്കിനെ കുറിച്ച് നമ്മളിവിടെ സൂചിപ്പിക്കുന്നതിനും അകത്ത കാര്യങ്ങളാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഇസ്ലാമിന് മുന്നിൽ സൂഫിസത്തെ അന്വേഷിക്കുമ്പോൾ ഈ അകൽച്ചയും വിട്ടുനിൽക്കലും അനിവാര്യമാണ്. അതാണ് നമ്മളെ സൂഫി ബോർഡിന്റെ ആശയങ്ങളിലെ മുആവിയ എന്നൊക്കെ പറയുന്ന തരത്തിൽ നമ്മൾ അതോ 1500 വർഷം മുന്നുള്ള ചരിത്രമാണെങ്കിലും ആ ചരിത്രം നമ്മൾ ഓർമ്മിക്കണം എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് പ്രശ്നങ്ങളൊക്കെ ആ കാര്യത്തിൽ അങ്ങനെയാണ് നിലപാട്. അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ്. സൂഫിസം ഇസ്ലാമിന് മുമ്പും ഉണ്ടായിരുന്നു. ആ നിലയിൽ അതിന് നാം കൽപ്പിക്കുന്നതിന് വ്യാപ്തി അവകാശപ്പെടാൻ ഉണ്ട്. പ്രവാചകനെ തൊട്ടാണ് നാം സൂഫിസം ആരംഭിക്കുന്നത്. അതിനാൽ തന്നെ അതിന് ഇസ്ലാമിക സൂഫിസം എന്ന് വേണമെങ്കിൽ പോയി വിളിക്കാം. ഇസ്ലാമികമല്ലാത്ത സൂഫി ആശയങ്ങൾ ഇപ്പോൾ ക്രിസ്ത്യൻ ഡിസൈർ ഫാദേഴ്സ് നമുക്കുള്ള മരുഭൂമിയിലെ പിതാക്കന്മാരുടെ വചനങ്ങൾ നമുക്ക് പുസ്തകം. അപ്പൊ അതിലെ സൂഫിസത്തിന്റെ ആശയങ്ങൾ അതിനുണ്ട്. അത് പ്രവാചകന് മുന്നുണ്ടായിട്ടുള്ള ഈ ക്രിസ്തീയമായിട്ടുള്ള സഭകളോടൊക്കെ നമ്മളെപ്പോലെ പിണങ്ങിപ്പോയിട്ട് മരുഭൂമിയിൽ ഏകാന്തവാസം നടത്തിയ ആളുകളാണല്ലോ. അപ്പം അവരൊരു സുറിയാനി ക്രിസ്ത്യാനികളൊക്കെ അത് മരുഭൂമിയിലെ പിതാക്കന്മാർ അവരറിയപ്പെടുന്നത് അബ്ബമാര് എന്ന് പറയും. നമ്മൾ ബാബ എന്നൊക്കെ വിളിക്കുന്നമാരുള്ള. അപ്പം മദീന പള്ളിയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചർച്ച നടത്തിയ കുറെ അജ്ഞാതരായിട്ടുള്ള ആളുകളെ കുറിച്ചിട്ട് മുസ്ലിമികൾ പറയുന്നത് ഞങ്ങളുടെ അച്ഛന്മാരായിട്ടാണ് പള്ളിയിലെ പിതാക്കന്മാരായിട്ടാണ് ആ ചർച്ചകൾ നടത്തിയത് അവകാശപ്പെടുന്നത്. അപ്പൊ ഇത് കുറെ പഠിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു വിഷയമാണ്. എന്നാൽ നമ്മുടെ തൽക്കാലം ആരംഭിക്കുന്നത് നമ്മുടെ പ്രവാചകൻ നമുക്ക് പ്രവാചകനും തൊട്ടായതുകൊണ്ട് നമുക്ക് ആ നിലക്ക് അധികം നമ്മൾ അതിന് ചർച്ചയിൽ പോകുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ഗവേഷകരൊക്കെ ഉള്ള സ്ഥിതിക്ക് അത് നമ്മൾ ഇങ്ങനത്തെ ഒരു സദസ്സിലൊക്കെ നമ്മൾ അറിയേണ്ടത് ആവശ്യമാണ്. ആ നിലയിൽ സൂഫി ഇസ്ലാമിക് ബോർഡ് എന്ന് നമ്മുടെ സംഘടനയ്ക്ക് പേര് വിളിക്കുന്നതും തെറ്റില്ല. കാരണം എന്തുകൊണ്ടാണ് സൂഫി ഇസ്ലാമിക് എന്ന് നമ്മൾ പേരിട്ട് സൂഫിസം എന്ന് പോലെ എന്നൊക്കെയുള്ള ചർച്ചകളുണ്ടായിരുന്നു. കാരണം പ്രവാചകനെ തൊട്ട് തുടങ്ങുന്ന സൂഫിസത്തിൽ ഇസ്ലാം ചട്ടക്കൂടും സൂഫിസം ഇതിന്റെ ഉള്ളടക്കവുമാണ് എന്ന അർത്ഥത്തിൽ. അപ്പൊ ചട്ടക്കൂടിൽ കഴിഞ്ഞാൽ ഈ ഉള്ളടക്കം നോക്കൂലല്ലോ, വെള്ളം മാത്രം ഉണ്ടാകട്ടെ, ക്ലാസ്സും കൂടി വേണം എന്നുള്ള അർത്ഥത്തിൽ സൂഫി ഇസ്ലാമിക് ബോർഡ് ഇതിനോട് ഉചിതമായിട്ടുള്ള ഒരു പേര് തന്നെയാണ് എന്നതാണ് ഇവിടെ അഭിപ്രായം. ഇസ്ലാം ഏറെ നൂറ്റാണ്ടുകളിലൂടെ രാഷ്ട്രീയത്തെയും രാജാധിപത്യത്തെയും നേരിട്ടുകൊണ്ടും അതിനുള്ളടങ്ങിയും വളർന്നു വന്ന മതമാണ്. അതിന് എണ്ണമറ്റ വ്യാഖ്യാനങ്ങളും അസംഖ്യം മാർഗങ്ങളും കാലാന്തരേണ ഉണ്ടായി വന്നിട്ടുണ്ട്. അതിനെ ഏതെങ്കിലും കണ്ണിയിൽ ചുരുക്കുന്നത് വിഡിത്തമാണ്. നമ്മൾ അറിഞ്ഞ സത്യത്തിന് അപ്പുറം സത്യമില്ല എന്ന് കരുതുന്നതും മണ്ടത്തരമാണ്. അനന്തമായ അസ്തിത്വത്തെ സംബന്ധിച്ച അറിവ് നിരന്തരം വികസിക്കുന്നതും നിരന്തരം വ്യാഖ്യാനങ്ങൾ കൊണ്ട് മുന്നോട്ട് പോകുന്നതുമാണ്. കടലിലെ ജലം മഷിയാക്കിയാലും
വനങ്ങൾ മുഴുവൻ പേനയാക്കിയാൽ എഴുതിപ്പിക്കുന്നതല്ല എന്റെ രാമ എന്ന് ഖുർആൻ പറയുന്നത് ആ അർത്ഥത്തിലാണ്. അതുകൊണ്ട് സൂഫി ജ്ഞാനികൾ കൈകൊള്ളുന്ന വിഷയമാണ് എന്നാരും മറക്കേണ്ട. ഏതെങ്കിലും സങ്കുചിതമായ താല്പര്യത്തിനു വേണ്ടി അള്ളാഹുവെ സംബന്ധിച്ച ജ്ഞാനം ഉപയോഗിച്ചാൽ പൊങ്ങിപ്പോകുമെന്ന അനുഭവങ്ങൾ നമുക്ക് ഏറെയുണ്ട്. തങ്ങളുടെ അറിവും അനുഭവമാണ് ഏറ്റവും വലുത് എന്ന് കരുതരുത്. അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവിനും അനുഭവത്തിനും അപ്പുറത്തുള്ളത് ആണ്. അള്ളാഹു എന്നത് 3 നിഷേധ പദങ്ങൾ ചേർന്ന ഒരു വാക്യമാണ്. നിങ്ങളുടെ ജ്ഞാനേന്ദ്രിയങ്ങളുടെ അറിവിന് അപ്പുറത്തുള്ളതാണ് അവൻ എന്നാണത്രേ അതിന് അർത്ഥം. ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ്. അതിനാൽ ആ ഹക്കിനെ ഒരിക്കലും മനുഷ്യബുദ്ധിക്ക് അറിയാൻ കഴിയില്ല എന്ന അറിവാണ് ഏറ്റവും വലിയ അറിവ്. അപ്പോൾ നാം വിനയാന്യതരായി തീരുന്നു, നിരന്തരം തേടുന്നവരായി തീരുന്നു. എവിടെയും നിലക്കാത്തൊരു പ്രവാഹമാണ് ഉണ്മ യാഥാർത്ഥ്യമെന്ന് അറിയുന്നു. ഉണ്മയുടെ ആ പ്രവാഹത്തിൽ നമ്മളുടെ ബിന്ദു യുക്ത എവിടെ എന്ന് കണ്ടെത്തുക മാത്രമേ നമുക്ക് കഴിയൂ. ആധികാരികതയോ അപ്രമാദിത്വമോ അഹങ്കാരമോ പാണ്ഡിത്യമോ കൊണ്ടൊന്നും അതിനറിയാൻ കഴിയില്ല. തെന്നിലെ തന്നെ കണ്ടെത്തുന്നതിലൂടെ അതിനെ അറിയാൻ കഴിഞ്ഞേക്കും എന്ന് മാത്രം. തെന്നിലെ താൻ എന്നത് എത്രയോ ജന്മങ്ങളിലൂടെ രൂപം കൊള്ളുന്ന ഒന്നാണ് എന്നറിയുമ്പോൾ ഒരു ജന്മം കൊണ്ടൊന്നും അതിനെ അറിയാൻ കഴിയുമെന്ന് ആരും വ്യാമോഹിക്കേണ്ട. അറിഞ്ഞു എന്ന് പറയുന്നവർ അറിയാത്തതും അറിഞ്ഞില്ലല്ലോ എന്ന് വേവലാതി കൊള്ളുന്നവർ, അതാണ് നമ്മൾ ഖവാലിയിലൊക്കെ ഉണ്ടാവും, ഇന്ന് ഇത്രയും തേടിയിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നുള്ള ആ തേട്ടത്തിന് ചിലപ്പോൾ അറിയാൻ ഇടയുള്ളതുമായ സത്യമാണ് അവൻ. ഇസ്ലാം തെറ്റിദ്ധരിക്കപ്പെട്ട സൂഫിസത്തിനു മുന്നേ എണ്ണമറ്റ വ്യാഖ്യാനങ്ങളും പന്താവുകളുമുണ്ട്. തങ്ങൾ എത്തിപ്പെട്ടിടത്താണ് സത്യം എന്ന് കരുതുന്നത് വിദ്യകളുടെ സ്വർഗത്തിൽ അകപ്പെടുന്നതിന് തുല്യമാകും. എല്ലാ പാതയിലും സത്യത്തിന്റെ അംശമുണ്ട് എന്ന് കരുതുന്നതാകും അഭികാമ്യം. സത്യത്തിന്റെ ശകലങ്ങൾ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് തങ്ങളുടെ നിലനിൽപ്പിന്റെ ദാരിദ്ര്യാവസ്ഥക്കനുസരിച്ച്, ആശയപരമായ ദാരിദ്ര്യവും എല്ലാ നിലക്കുള്ള ദാരിദ്ര്യത്തിനനുസരിച്ചിട്ട് നാം വ്യാഖ്യാനങ്ങൾ നൽകിക്കൊണ്ടുള്ള നീക്കങ്ങൾ അപകടമാകും. അപകടമാണ് എന്ന് പറഞ്ഞത് സ്വന്തത്തിന് അപകടമാകും എന്ന അർത്ഥത്തിലാണ്. സൂഫിസം സ്നേഹത്താലും പ്രേമത്താലും പ്രണയത്താലും തുളുമ്പുന്നതാണ്. അതേ പ്രേമത്തിന്റെ ബഹറിൽ മുങ്ങിയിരിക്കാനും ഇടയുണ്ട്. ഈ ബഹറിൽ മുങ്ങിമരിച്ചവരാണ് ഏറെയുമെന്ന് റിഫായിഷയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അപകടമാണ്, കഴിയുന്നതിൽ നിന്ന് മാറി നിൽക്കാനാണ് പറയുന്നത്. പാണ്ഡിത്യം കൊണ്ടുള്ള കസർത്തുകളും ബുദ്ധി കൊണ്ടുള്ള കളികളും നമ്മുടെ ഗ്രൂപ്പുകളിൽ നിന്ന് ഏറെയുണ്ട്. അധികാര കൊതിയും ആളാവാനുള്ള വ്യഗ്രതകളും നമുക്കടക്കം ഏറെയുണ്ട്. അഹ്ലുബൈത്തിന്റെ സ്ഥാനങ്ങൾ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. രാഷ്ട്രീയ താല്പര്യങ്ങൾ സൂഫി പ്രസ്ഥാനങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന നീക്കങ്ങളുണ്ട്. പണത്തിന് മേൽ പരിന്തം പറക്കില്ല എന്ന നിലയുണ്ട്. ആത്മീയ ദാരിദ്ര്യം, സ്പിരിച്വൽ പവർട്ടി, അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി പഠിപ്പിച്ചത്. മറ്റുള്ള എല്ലാ ആത്മീയ ബന്ധാവിൽ നിന്നും വ്യത്യസ്തമായിട്ട് സ്പിരിച്വൽ പവർട്ടി എന്ന സംഭവം, അല്ലെങ്കിൽ ആത്മീയ ദാരിദ്ര്യം, അതാണ് ഫക്കീർ എന്നതിന്റെ അർത്ഥത്തിലേക്ക് പോയി. ഓരോ മനുഷ്യനും വിശപ്പിന്റെ രുചിയാണ് കൂടിയാണ് നോയമ്പ് നിർബന്ധമാക്കിയത്. ഏതെങ്കിലും ഭരണകൂട തണലിൽ സൂഫിസം വളർന്നിട്ടില്ല. ഭരണകൂട തണലുകൾ നിഷേധിച്ചുകൊണ്ടാണ് സത്യവിശ്വാസത്തിന്റെ കൊടി സഹാബികൾ പാലിച്ചത്. നിർഭയത്വം നമ്മുടെ ഉള്ളിലുണ്ടാവട്ടെ. സംഘപരിവാരത്തിന്റെ മുന്നിലെ ഭിക്ഷാന്തേഹികളായി സൂഫിസമിക്ക് അധപതിക്കരുത്. അതിനോട് രാഷ്ട്രീയമായ അകലം പാലിക്കാനും നിയമപരമായി സമീപിക്കാനുമുള്ള രാഷ്ട്രീയ ബോധം സൂഫി ഇസ്ലാമിക് ബോർഡിൽ ഉണ്ടാകണം. സൂഫി ഇസ്ലാമിക് ബോർഡ് ഒരു കുട്ടിക്കളിയെല്ലാം അതിന്റെ നേതൃത്വം മനസ്സിലാക്കണം. രാജ്യം ഗുരുതരമായ സ്ഥിതിവിശേഷത്തിലൂടെയാണ് കടന്നുപോകുന്നത്. കൂടുതൽ കർക്കശമായ നിയമങ്ങൾ വരും. ഫാസിസത്തിന്റെ സാധ്യതകൾ തലവെക്കും. മുസ്ലിങ്ങൾ ഇന്ത്യയിൽ പല നിലയിൽ വേട്ടയാടപ്പെടുകയാണ് എന്ന സത്യം നാം മറക്കരുത്. സൂഫി ഇസ്ലാമിക് ബോർഡ് കൂടുതൽ ഗൗരവമായി ചില കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നതിലൂടെ മാത്രമേ അതിന് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാനാവൂ. സ്ത്രീകൾ പഠിക്കുന്ന അറേബ്യ പോലെ ഇസ്ലാം സമൂഹം കുടുംബത്തിനും പണത്തിനും അമിതമായ പ്രാധാന്യം നൽകി സ്വയം നശിക്കുകയാണ്. ആരെയും ഉൾപ്പെടുത്താനുള്ള ആത്മവിമർശനത്തിലൂടെ സൂഫി മുന്നോട്ട് പോകുന്നത്. എന്നത്തന്നെ പരീക്ഷണത്തിന് വിട്ടുകൊടുക്കുന്നതാണ് സൂഫികൾ. ആ നിലയിൽ ഈ വിമർശനങ്ങളെ ഉൾക്കൊള്ളുന്ന പ്രകാശികൾ. എനിക്ക് ജന്മം കഴിഞ്ഞ എന്റെ പിതാവിന്റെ കുട്ടിക്കാലം എനിക്കറിയാൻ അതിന് സമയമെടുക്കേണ്ടതല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് 100 കൊല്ലം ആകുന്നുള്ളൂ ഇവിടെ ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്ന ഈ സമസ്ത, അതുപോലെ തന്നെ ഈ വഹാബികൾ, വഹാബിസം, ഇതൊക്കെ ഒരു 100 കൊല്ലമായിട്ടുള്ളൂ.
ഈ 100 കൊല്ലത്തിന് മുമ്പ് നമ്മൾ ഉണ്ടായിട്ടില്ലേ? റസൂലുള്ളാഹിന്റെ ചരിത്രത്തിൽ നമ്മൾ എടുക്കുമ്പോൾ 1400 1500 വർഷത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഈ 1500 വർഷം, ഈ 100 കൊല്ലത്തിന് മുമ്പ് ഈ 1400 വർഷം നമ്മൾ ജീവിച്ചു. നമ്മുടെ മുൻഗാമികൾ എങ്ങനെ ജീവിച്ചത്? അപ്പൊ അവിടെ ഏത് സമസ്തയായിരുന്നു നമ്മൾ അംഗീകരിച്ചത്? അതിലുള്ളവരെല്ലാം സൂക്ഷികളായിരുന്നു. ഭൗതിക വിജ്ഞാനത്തിന്റെ കുറവുണ്ടെങ്കിലും അവർക്ക് ആത്മീയമായ മനുഷ്യനെ കുറിച്ചുള്ള അർപ്പണ ബോധത്തിലായിരുന്നു അവർക്ക് ജീവിച്ചിരുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ സൂഫിസത്തിന്റെ ആ ഒരു മേഖല എല്ലാവരിലും ഉണ്ടായിരുന്നു. പക്ഷെ ഇത്ര പുറകോളം അറിയാതെ ഒരു മറയിൽ കൂടെ പോയിട്ടുള്ള ഒരു സംവിധാനമായിരുന്നു. അതേ സമയത്ത് നമ്മുടെ ജന്മം കൊണ്ട് തന്നെ നമ്മൾ സൂഫികളാണ്. അത് നമ്മളിൽ എന്തായിപ്പോയി? ഒരു 100 വർഷത്തിന് ഇങ്ങോട്ട്, അതായത് 50 വർഷമായിട്ടുള്ളൂ ഈ സൂഫി മേഖല ഇത്രയും അകലരിച്ച് ഇല്ലാതെ പോയിട്ട്. പക്ഷേ മനുഷ്യരെ എന്നാണ് വിളിച്ചിട്ടുണ്ട്. അത് നമ്മൾ എല്ലാവരും ആ ഒരു പട്ടികയിൽപ്പെട്ടാണ്. നമ്മളുടെ സൂഫി സംഘടനയുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇരിക്കുന്നു. ഇതുമായി ബന്ധപ്പെടാത്ത ഒരുപാട് മനുഷ്യർ നമ്മുടെ പുറത്ത് ജീവിക്കുന്നു. അതിൽ മുസ്ലിങ്ങളുണ്ട്, ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, നിരീശ്വരവാദികളുണ്ട്, ദൈവവിശ്വാസം ഇല്ലാത്തവരുണ്ട്, പല ആളുകളുണ്ടാകാം. സൂഫികളുണ്ട്, പല സംഘടന മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്, സുന്നികളുണ്ട്, ജമാഅത്തുണ്ട്, മുജാഹിദുണ്ട്, അതുപോലെ സമസ്ത AP ഉസ്താദിന്റെ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുബായ തങ്ങളുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. അങ്ങനെ കേരളത്തിലും കേരളത്തിന്റെ പുറത്തുമുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ലോകതലത്തിൽ മുഴുവനും വിവിധ സംഘടനകളിലും വിവിധ വിഭാഗങ്ങളിലും പ്രവർത്തിക്കുന്നവരും പ്രവർത്തിക്കാത്തവരുമായ സർവ്വ മനുഷ്യരോടും അള്ളാഹു പറഞ്ഞിട്ടുള്ളത്, നിങ്ങളിൽ ആരാണ് സൂക്ഷ്മതയുള്ളത് നിങ്ങൾക്ക് ചെയ്യുന്നതാണ്. നമ്മുടെ ജില്ലാ പ്രസിഡന്റുമാരുടെ പ്രഖ്യാപനവും അവരുടെ സർട്ടിഫിക്കറ്റും